ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റീഗോസോറസ് ദിനോസറിനെ പറ്റിയാണ്. സ്റ്റീഗോസോറസ് ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് കാലഘട്ടം ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രശസ്തമായ സസ്യഭോജിയായ ദിനോസറാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം സ്റ്റീഗോസോറസ് എന്നാണ്. ഇന്നത്തെ ഉത്തര അമേരിക്ക പ്രദേശങ്ങളിലായിരുന്നു ഈ ദിനോസറുകൾ ജീവിച്ചതായി കണക്കാക്കുന്നത്. ഇവയുടെ ഭക്ഷണങ്ങൾ പുല്ലുകൾ, ചെടികൾ, ഇലകൾ തുടങ്ങിയ സസ്യഭക്ഷണങ്ങളാണ്. സ്റ്റീഗോസോറസുകൾക്ക് 7 മുതൽ 9 മീറ്റർ വരെ നീളവും ഏകദേശം 4 മീറ്റർ ഉയരവും 2-3 ടൺ വരെ ഭാരവും ഈ ദിനോസറുകൾക്ക് ഉണ്ടായിരുന്നതായി അനുമാനിക്കുന്നു. സ്റ്റീഗോസോറസ് ദിനോസറുകളെ മന്ദബുദ്ധി ദിനോസർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവയുടെ തലച്ചോർ ചെറുതായത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അവയുടെ പുറംഫലകങ്ങൾ ശരീരതാപം നിയന്ത്രിക്കുന്നതിനും ഭീഷണി സൃഷ്ടിക്കുന്നതിനും ഉപയോഗിച്ചിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ ദിനോസറുകളുടെ പിറകിൻ്റെ മുകളിൽ 2 നിരയായി വലിയ എല്ല് ഫലകങ്ങൾ ഉണ്ടായിരുന്നു. വാലിൽ ഉള്ള മുളകൾ ശക്തമായ പ്രതിരോധ ആയുധങ്ങളായിരുന്നു. ഈ സ്റ്റീഗോസോറസ് ദിനോസറുകൾ കൂട്ടമായി ജീവിച്ചിരിക്കാനാണ് സാധ്യത ഉള്ളത്. പതുക്കെ നടന്ന് സസ്യങ്ങൾ മേയുന്ന ജീവിയായ ഈ ദിനോസറുകൾക്ക് ആക്രമണം വന്നാൽ വാൽ ഉപയോഗിച്ച് ഇവ പ്രതിരോധിക്കുന്നു. മറ്റ് ദിനോസറുകളെപ്പോലെ കാലക്രമത്തിലെ വലിയ പ്രകൃതി മാറ്റങ്ങൾ മൂലം സ്റ്റീഗോസോറസ് വംശനാശം സംഭവിച്ചിരിക്കാം. പെൺ സ്റ്റീഗോസോറസ് നിലത്ത് ചെറിയ കുഴികളിൽ മുട്ടകൾ ഇടുന്നു. ഓരോ കൂട്ടിലും പല മുട്ടകൾ കാണപ്പെട്ടിരിക്കും. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്നു. ഇവരുടെ കുഞ്ഞുങ്ങൾ ചെറിയ വലുപ്പവും മൃദുവായ ശരീരവുമായിരുന്നു. തുടക്കത്തിൽ സ്വയം സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുക. ആ സമയങ്ങളിൽ ഇലകളും ഋതുചെടികളുമായിരിക്കും കുഞ്ഞുങ്ങളുടെ ഭക്ഷണം. ചിലപ്പോൾ അമ്മയുടെ സംരക്ഷണത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. യുവത്വത്തിൻ്റെ അവസ്ഥയിൽ ഈ ദിനോസറുകളുടെ ശരീരം വലുതാകാൻ തുടങ്ങുന്നു. ആ സമയത്താണ് പിറകിലെ എല്ല് ഫലകങ്ങളും വാലമുളകളും രൂപപ്പെടുന്നത്. അതോടുകൂടി അവർക്ക് നടക്കാനും ഭക്ഷണം തേടാനും കൂടുതൽ കഴിവ് ഉണ്ടാകുന്നു. സ്റ്റീഗോസോറസുകൾക്ക് അവർ പ്രായപൂർത്തിയാവുന്നതോടുകൂടി മുഴുവൻ വലുപ്പവും ശക്തിയും ലഭിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് വാൽ മുളകൾ ശക്തമായ പ്രതിരോധ ആയുധമായി മാറുന്നത്. സസ്യങ്ങൾ ഇവർ വ്യാപകമായി തിന്ന് ഒടുക്കുന്നു. അപ്രകാരം ഈ ദിനോസറുകൾ പ്രജനനത്തിന് തയ്യാറാവുകയും വീണ്ടും മുട്ടകൾ ഇട്ട് അവരുടെ ജീവിതചക്രം ആരംഭിക്കുകയും ചെയ്യുന്നു. സ്റ്റീഗോസോറസ് ഏകദേശം 20-30 വർഷം വരെ ജീവിച്ചതായി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. ഈ ദിനോസറുകൾക്ക് ശത്രുക്കളായി കണക്കാക്കപ്പെടുന്നത് അലോസോറസ് ദിനോസറുകളാണ്. രോഗങ്ങൾ, പരിക്കുകൾ, ഭക്ഷണലഭ്യതയുടെ കുറവ്, കാലാവസ്ഥ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഇവയുടെ ജീവിതത്തെ ബാധിച്ചിരിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.